പഴം കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ നല്ല പഴം അവർക്കത് മറ്റൊരു രൂപത്തിൽ അതിനെ അവൈലബിൾ ആക്കാൻ സാധിക്കും. ബയോമോണ്ടൻ ഫാർമ പ്രൊഡ്യൂസ് കമ്പനിക്ക് ഇന്ന് വളരെ അഭിമാനമുള്ള ദിവസമാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട നാനാജാതി മതസ്ഥരായ 100ഓളം കർഷകർ അവരുടെ ലീഡർ നേതാക്കന്മാരിൽ ഇവിടെ വരികയും കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. കാരണം വാഴയുടെ നിന്നുണ്ടാകുന്ന പല പല ഉൽപ്പന്നങ്ങൾ, വാഴയുടെ നമുക്കറിയാം ഒന്നും പോലും വെറുതെ കളയാനായിട്ടില്ല. എല്ലാ വസ്തുക്കളും വാഴയിൽ ഉണ്ടാകുന്നില്ല. പഴം മുതൽ അതിൻ്റെ തടവരെല്ലാം നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കർഷകർക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ വാഴ കൃഷി എങ്ങനെ ചെയ്യണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും കർഷകർ വളരെ വിജ്ഞാനപ്രദമായിരുന്നു. അത് നമ്മുടെ ആൾക്കാർക്ക് ലഭിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ്. പിന്നെ നമ്മളത് തുടർന്ന് നമുക്ക് വാഴയുടെ ഒരു പ്രൊജക്റ്റ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹായത്തോടു കൂടി ഒരു വാഴയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊജക്റ്റുകൾ ബയോമോണ്ടൻ ഫാർമേഴ്സ് കമ്പനിയോടെ തന്നെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വെറുതെ പോകുന്ന വാഴപ്പഴങ്ങളും അതിൻ്റേതായ വാഴത്തടി തണ്ടും അതിൻ്റെ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഭക്ഷ്യയോഗ്യമാക്കുന്നതോടൊപ്പം നോക്കാനും ഉപയോഗമുള്ള വസ്തുക്കളാക്കി മാറ്റാനുള്ള സാധ്യതകൾ അതിലേക്ക് കമ്പനി തിരിയുകയാണ്. അതിന് നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും സപ്പോർട്ടുകളും പ്രദാനം ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജയരാജൻ സാർ അതിന് വേണ്ടി എല്ലാ പിന്തുണയും നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും അതിന് വേണ്ടി എല്ലാ പ്രോത്സാഹനങ്ങളുമായി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതും ബയോമോണ്ടൻ കമ്പനിക്ക് അഭിമാനകരവും സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് നമ്മുടെയുള്ള കർഷകർക്ക് കമ്പനിയുടെ ബയോമോണ്ടൻ ഫാർമേഴ്സ് കമ്പനിയുടെ സഹായത്തോടുകൂടി ഉദാരമനസ്സര കുറച്ച് വ്യക്തികൾ നമ്മളെ സഹായിച്ചതുകൊണ്ട് അവരിലൂടെ നമ്മൾ കുറച്ച് ഫണ്ടുകൾ നമുക്ക് സ്വരൂപിക്കാൻ സാധിച്ചത് വഴി നമുക്ക് കർഷകർക്ക് ചെറിയ പൈസയ്ക്ക് അവിടെ കാട് വെട്ടുന്ന മെഷീൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. 150ഓളം മെഷീനുകളാണ് ഇന്നിവിടെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുക. അത്രയും മെഷീനുകൾ സാധാരണക്കാരായ ആൾക്കാർക്ക് ലഭിക്കുന്നതുകൊണ്ട് അവരുടെ കൃഷിഭൂമിയിൽ വളരെ അവർക്ക് ഇന്ന് ചിലവാക്കിക്കൊണ്ട് പൈസ ലാഭിക്കുവാനും സ്വന്തമായി അവിടെ ഉണ്ടാകുന്ന കാടുകൾ വെട്ടി വൃത്തിയാക്കി കൃഷി ചെയ്യാൻ കർഷകനെ പ്രേരിപ്പിക്കുക എന്നുള്ളതും അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവർ ചെറിയ കൃഷി യന്ത്രങ്ങൾ ഇങ്ങനെ കർഷകർ കൊടുക്കുക എന്നുള്ളത് ബയോമോണ്ടൻ കമ്പനിയുടെ ഒരു ലക്ഷ്യത്തിൽപ്പെട്ട കാര്യമാണ്. നമ്മൾ ട്രാക്ടറുകൾ നമുക്ക് സ്മാം പദ്ധതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കർഷകർ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ മറ്റ് ആധുനികമായ മെഷീനുകളും കാർഷിക യന്ത്രങ്ങളൊക്കെ കൃഷിക്കാർക്ക് അവൈലബിൾ ആക്കിക്കൊണ്ട് സർക്കാരുകൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കർഷകനെ കൊണ്ടുവരിക, അങ്ങനെ കൃഷിക്കാരൻ്റെ പ്രവർത്തനങ്ങളെ ആയാസകരമാക്കിക്കൊണ്ട് ലാഭത്തിലേക്ക് കൃഷിയെ കൊണ്ടുവരാനുള്ള ലക്ഷ്യമാണ് ബയോമോണ്ടൻ ഫാർമേഴ്സ് കമ്പനി ലക്ഷ്യം വെച്ചിരിക്കുക. ഇന്നേ ദിവസം ഇവിടെ പ്രമുഖരായ വ്യക്തികൾ ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിയതിൽ സന്തോഷം. ഇത്രയും നേതാക്കന്മാരായ ആൾക്കാർ വന്ന് ക്ലാസ്സുകളിൽ പങ്കെടുത്തതിലൂടെ അവർ നാളെ പല ഗ്രൂപ്പുകളായി അവർ മാറുകയും പല സ്ഥലങ്ങളിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാർക്ക് അവർ ക്ലാസ്സുകൾ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ലീഡർമാരത് പങ്കെടുത്തത്. അവരുടെ സ്ഥലങ്ങളിൽ പോയി ക്ലാസ്സുകൾ കൊടുത്ത് നമ്മുടെ ആൾക്കാരെ പ്രബുദ്ധരാക്കുകയും തുടർന്ന് എല്ലാ സ്ഥലങ്ങളിലും വാഴയുടെ സംബന്ധമായി കൃഷി ചെയ്യുന്ന കർഷകരുടെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും ബയോമോണ്ടൻ ഫാർമേഴ്സ് കമ്പനി ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നുണ്ട്. ബയോമോണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനി തുടർന്നും പുതിയ പ്രവർത്തനങ്ങളുമായി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ആഴ്ചയിലും മാസങ്ങളിലും പ്രോഗ്രാമുകൾ കർഷകർക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വരുന്ന ആഴ്ചയിൽ തന്നെ മഞ്ഞൾ കൃഷി ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 6000ഓളം കിലോ മഞ്ഞളുകൾ കർഷകർക്കായി വിതരണം ചെയ്തു. കർഷകർ സംഭരിച്ച് കർഷകരിലേക്ക് തന്നെ വിതരണം ചെയ്തു. അതുകൊണ്ട് എങ്ങനെ മഞ്ഞൾ നടണമെന്നും അതെങ്ങനെ പരിപാലിക്കണം പല കർഷകർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൃഷി രീതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കൂടുതൽ വിളവുണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കൃഷി ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുക. അതനുസരിച്ച് വരുന്ന ദിവസങ്ങളിൽ വരുന്ന ആഴ്ച അവർക്ക് ഓൺലൈനിൽ 1000ഓളം വരുന്ന കർഷകർക്ക് ഓൺലൈനിലൂടെ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിലിരുന്ന് അവരുടെ സൗകര്യം അനുസരിച്ച് അവർ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഓൺലൈൻ ക്ലാസ് വെച്ചിരിക്കുക. അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ കർഷകർക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ബയോമോണ്ടൻ ഫാർമേഴ്സ് കമ്പനിക്ക് സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനെല്ലാം ഞങ്ങൾക്ക് പ്രോത്സാഹനമാകുന്ന അഭിനന്ദ ജോസഫ് പാമ്പളാനി പിതാവിൻ്റെ സാന്നിധ്യവും പ്രോത്സാഹനവും നന്ദിയോടെ കമ്പനി ഓർക്കുകയും പിതാവിൻ്റെ തണലിലും സ്നേഹത്തിലും ഞങ്ങൾക്ക് കിട്ടുന്ന വളർച്ചയിൽ ഞങ്ങളെല്ലാവരും അഭിമാനിക്കുകയും ചെയ്യുന്നു.